ക്വസ്റ്റ്യൻ 4 തൊട്ടാണ് സോൾവ് ചെയ്യാനുള്ളത്. 3 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു അല്ലേ. അറ്റ് 298 കെൽവിൻ ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഇസ്. വേപ്പർ പ്രഷർ എന്നാന്ന് പറയുന്നത്, വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 23.75 mmHg ആണെന്ന് പറയുന്നത്. mmHg എന്താണ്? പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് എ സെയിം ടെമ്പറേച്ചർ. Calculate the vapor pressure at the same temperature over 5% aqueous solution of urea. ഓക്കെ, നമുക്ക് ഗിവൺ ഡാറ്റ എന്താണെന്ന് നോക്കാം. ഓക്കെ, അറ്റ് 298 കെൽവിൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ എന്താണ്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 കെൽവിൻ ആണ് നമ്മൾ കണ്ടു. വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ, അപ്പോൾ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്യുവർ സൊല്യൂഷൻ്റെത് എന്താണ്? 23.75 ആണ് നമ്മൾ കണ്ടു. ഓക്കെ, കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഓവർ 5% ഓഫ് എ സൊല്യൂഷൻ ഓഫ് യൂറിയ. ഓക്കെ, സോൾവെൻ്റ് ഇവിടെ വാട്ടറാണ്. അപ്പോൾ പ്യുവറിൻ്റെ എന്താണ്? 23.75ഉം പിന്നെ വേപ്പർ പ്രഷർ ഓഫ് ദ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അക്വസ് യൂറിയൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് P0 എന്ന് പറയുന്നത് 23.75 ആണ് അല്ലേ. P0 എന്ന് പറയുന്നത് 23.75. എന്തുകൊണ്ടാണ്? അക്വസ് സൊല്യൂഷൻ ഓഫ് യൂറിയ ആണ്. അപ്പം സൊല്യൂഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? സോൾവെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറാണ്. അപ്പോൾ അതിൻ്റെ പ്യുവർ എന്ന് പറയുന്നത് ഇവിടെ ഗിവൻ തന്നിട്ടുണ്ട് 23.75. അടുത്ത എന്താ? 5% അക്വസ് സൊല്യൂഷൻ. 5% ആണ്. അപ്പോൾ 100 5 എന്താണുള്ളത്? സോൾവെൻ്റ് ഉള്ളത് അല്ല, സൊല്യൂട്ട് ഉള്ളത്. ബാക്കി എന്താ? 95 ഉണ്ടല്ലേ. അപ്പോൾ 95 സൊല്യൂട്ടും 5 എന്താണ്? സോൾവെൻറ്റിൻ്റെ വെയിറ്റും ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ തന്നിട്ടുണ്ട് 95 സൊല്യൂട്ടും അല്ല സോൾവെൻറ്റും 5 എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ വെയിറ്റും. ഓക്കെ, പിന്നെന്താ? പിന്നെ നമുക്കുള്ളത് മോളാർ മാസ്സാണ് വേണ്ടത്. നമുക്ക് ഈക്വേഷൻ ചെയ്യാൻ വേറെ എന്താ വേണ്ടത്? നമുക്കിവിടെ തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് എന്താ ചെയ്യേണ്ടത്? വേപ്പർ പ്രഷറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ ഇക്വേഷൻ എന്താ? P0 - P ബൈ P0 ഈക്വൽ ടു നമ്മൾ x2 ആണ്. x2 നമുക്ക് എങ്ങനെ എഴുതാം? x2 അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക? നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയാം. എന്താ? N2/N1 നമുക്ക് എങ്ങനെ എഴുതാം? N2/N1 നമുക്ക് W2/M2, താഴെ ഡിനോമിനേറ്ററിൽ W1 മുകളിൽ M1 വരും. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ W2 എന്താ, M2 എന്താ, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമ്മളെ P0 എന്നുള്ള വാല്യൂ 23.75 ആണ് തന്നിട്ടുണ്ട്. ബൈ -P എന്ന് വെച്ചാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബൈ P0 എന്ന് പറയുന്നത് 23.75 ആണ്. പിന്നെന്താ തന്നിരിക്കുന്നത്? W2 എന്താണ്? 5 ആണ്. W1 എന്താണ്? 95 ആണല്ലേ. ഇനി നമുക്ക് M2 N1 ആണ് അറിയേണ്ടത്. നമുക്ക് യൂറിയൻ്റെ മാസ് എത്രയാണെന്നറിയാം. യൂറിയൻ്റെ മാസ് നമുക്ക് ഫോമുലയിൽ നിന്ന് കണ്ടുപിടിക്കാം. യൂറിയൻ്റെ ഫോമുലയിൽ നമുക്ക് കണ്ടുപിടിച്ചാൽ മനസ്സിലാവും. NH2CO NH2 ആണ്. ഓക്കെ, NH2 ആണ്. NH2 അപ്പോൾ N എന്തുണ്ട്? 2 × 14 + 4 + 12 + 16. എവിടെ നിന്നാണ് വന്നേ? നൈട്രജൻ 2 ഉണ്ട്. അപ്പോൾ 14 × 2 പ്ലസ് 4 ഹൈഡ്രജൻ ഉണ്ട്. 1 2 3 4 ഹൈഡ്രജൻ പ്ലസ് 12 എന്താ? കാർബൺ പ്ലസ് 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 28 + 4 + 12 + 16 കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 28 + 4 + 12 + 16. ഇതെന്ത് കിട്ടും നമുക്ക്? 16 ആണ്. നമുക്ക് എന്താ സോൾവ് ചെയ്താൽ എന്താ കിട്ടുക? 12ഉം 28ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 40ഉം 16ഉം 4ഉം കൂടെ നമുക്ക് 20 കിട്ടും. അപ്പോൾ 40 + 20 എന്ത് കിട്ടും? 60 ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 18 ആണ് വാട്ടറിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് കണ്ടായിരുന്നു. പിന്നെന്താ?
ഒരു യൂറിയൻ്റെ 60 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചത്? നമുക്കറിയാം ഫോർമുല NH2CO NH2 ആണ്. ഇവിടെ നൈട്രജൻ എന്തുണ്ട്? 2 ഉണ്ട്. 2 × 14 ആണ്. പ്ലസ് 4 ഹൈഡ്രജൻ ഉണ്ട്. പ്ലസ് 12 ഒരു കാർബണും ഒരു ഓക്സിജനും. ഇതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 60 ആണെന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? പിന്നെ വാല്യൂ കിട്ടും. ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. 23.75 മൈനസ് P ഡിവൈഡഡ് ബൈ 23.75 5 × 18 എന്താ മോളാർ മാസ് ഓഫ് വാട്ടർ. ആ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? W2/M2 ഇൻറ്റു എന്താ M1/W1 ആണ് കിട്ടുക. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/M2 എത്ര തന്നിരിക്കുന്നത്? മോളാർ മാസ് 60. ഇത് എത്രയാണ്? 95 × 80. ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. എന്ത് ചെയ്യാം? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും വിട്ടുപോയിനെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാലോ. The vapor pressure of water at 93 Kelvin is 17.540 mmHg and the vapor pressure of the solution of 0.10824 kg of a non-volatile solute in 1 kg of water at same temperature is 17.354 mmHg. Calculate the molar mass of solute. ഇത് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്താ തന്നേന്നുള്ള നോട്ടീസ് വയ്ക്കാം. ഓക്കെ, ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ. വേപ്പർ പ്രഷറാണ്. വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ. വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ എന്താണ്? അപ്പോൾ P0 നമുക്ക് തന്നിട്ടുണ്ട്. P0 എന്താണ്? 17.540. ഇത് ഞാൻ പറയുന്നതനുസരിച്ച് നോട്ടിൽ നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്താ ഞാനിത് മായ്ച്ച് കഴിഞ്ഞാൽ കാണില്ല. ഓക്കെ, mmHg എന്ന് പറഞ്ഞാൽ അത് പ്രഷറിലാണുള്ളത്. ഓക്കെ, പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? mmHg. ആൻഡ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഓഫ് 0.1084 kg ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ഓക്കെ, നമുക്ക് പിന്നെന്താ സൊല്യൂട്ടിൻ്റെ മാസ് തന്നിട്ടുണ്ട്. നമുക്ക് kgയിലോ ഗ്രാമിലോ തന്നിനെങ്കിൽ അതെന്താണ്? അത് മോളാർ മാസ്സാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഓഫ്, സൊല്യൂഷൻ്റെ ഇന്ന ഗ്രാമുള്ള വെയ്റ്റിൻ്റെ എന്താണ്? ഇൻ 1 കിലോഗ്രാം ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ സൊല്യൂട്ടിൻ്റെയും തന്നിട്ടുണ്ട്, സോൾവെൻറ്റിൻ്റെയും വെയിറ്റാണ് തന്നിട്ടുള്ളത്. കിലോഗ്രാമിനാണുള്ളത്. അപ്പം സൊല്യൂഷനിൽ എന്താ? സൊല്യൂട്ടാണ് കുറവുണ്ടാവുക, സോൾവെൻറ്റാണ് കൂടുതലുണ്ടാവുക. അതിലും നമുക്ക് മനസ്സിലാക്കാം. പിന്നെന്താ? ഓക്കെ, എന്താണ് ഉണ്ടാവുക? ദ സെയിം അറ്റ് ദ ടെമ്പറേച്ചർ ഇസ്. അപ്പോൾ വേപ്പർ പ്രഷർ എന്താ തന്നിട്ടുള്ളത്? 17.375 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ തന്ന P0ൻ്റെ വാല്യൂ ആണ് 17.540. Pൻ്റെ വാല്യൂ ആണ് 17.535. P എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂട്ടിൻ്റെതും സൊല്യൂഷൻ്റെതും. P എന്ന് പറയുന്നത് എന്താണ്? P0 എന്ന് പറയുന്നത് ആരെയാണ്? സോൾവെൻറ്റിൻ്റെതും തന്നിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? മാസ് തന്നിട്ടുണ്ട് അല്ലേ? 0.1084 എന്ന് പറയുന്നത് സൊല്യൂട്ടും പിന്നെ കൂടുതലുള്ളത് ആരാ? സോൾവെൻറ്റ്. 1 കിലോഗ്രാം സോൾവെൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന mmHg നമുക്ക് എന്തിൽ കൺവേർട്ട് ചെയ്യാം? സ്റ്റാൻഡേർഡിൽ കൺവേർട്ട് ചെയ്യാം. ബിക്കോസ് എന്തിലാണ് തന്നിട്ടുള്ളത്? kgയിൽ. ഓക്കെ, നമുക്കിനി സ്റ്റാൻഡേർഡിലോട്ടേക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞിരിക്കുന്ന മാസ് ആരാണ്? ഇവിടെ നമ്മളെ സൊല്യൂട്ടിൻ്റെ മാസ്സാണ് 0.1084. സോൾവെൻ്റെ മാസ്സാണ് എന്ത്? 1 കിലോഗ്രാം. ഓക്കെ, വാട്ടർ നമുക്ക് കിലോഗ്രാമിൽ ചെയ്താൽ ലിറ്ററിൽ ചെയ്താൽ അത് ഈക്വലി കൺവേർട്ടബിൾ ആണ്. എന്ന് വെച്ചാൽ ഈക്വലാണ്, പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ മൊലാലിറ്റീൻ്റെ ടേംസിൽ പറഞ്ഞുകൊണ്ടാണ് കിലോഗ്രാമിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്താ?
P0 എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 17.50 mmHg ആണ് തന്നിരിക്കുന്നത്. ഇതിനെ സ്റ്റാൻഡേർഡിലോട്ടേക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് അറിയണം. ആ ഇക്വേഷൻസ് എന്താ നമുക്ക് നോക്കാം. 1 mmHg എന്ന് പറയുന്നത് 160 mmHg എന്ന് പറയുന്നത് 1 atm ആണ്. ഓക്കെ, 1 atm എന്ന് പറയുന്നത് 1.013 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഒന്ന് നോക്കിയിരിക്കുക, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് കാണില്ല. ഓക്കെ, അപ്പം ഞാനത് എഴുതിയോ? ഒന്നും കൂടെ പറയണോ? നമ്മളെന്താ പറഞ്ഞത്? 160 mmHg എന്ന് പറയുന്നത് എന്താണ്? 1 atm ആണ്. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1.013 ഇൻറ്റു 10⁵ ആണ്. നേരത്തെ ഞാൻ 10⁵ പറഞ്ഞില്ല. 10⁵ ആണ്. എന്ത്? 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. ഇതിങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പം 760 mmHg ഈക്വൽ ടു 1 atm ആണെന്ന് പറഞ്ഞു. 1 atm എനിക്ക് ഇങ്ങനെ എഴുതാം, 1.013 ഇൻറ്റു 10⁵ എഴുതാം അല്ലേ? ഞാൻ 160 മാത്രമേ എഴുതുന്നുള്ളൂ, യൂണിറ്റ് ചെയ്തില്ല. 160 ഈസ് ഈക്വൽ ടു 1.013 ഇൻറ്റു 10⁵. അപ്പോൾ 1 mmHg എത്രയാവും? 1 mmHg എന്ന് പറയുന്നത് 1.013 ഇൻറ്റു 10⁵ ബൈ 760 ആവും അല്ലേ? ഇവിടെ mmHg ഉണ്ടല്ലേ, 760 mmHg ഈസ് ഈക്വൽ ടു ഇത്ര. അപ്പോൾ 1 mmHg എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ വാല്യൂ ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആണെന്ന് വിചാരിക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ എന്താ, നമുക്ക് എന്ത് കിട്ടും? 1 mmHgൻ്റെ വാല്യൂ കിട്ടും. 1 mmHg എങ്ങനെയുണ്ടാവും? 1 mmHg ഈസ് ഈക്വൽ ടു 1.013 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ 760. ഇനി നമുക്ക് എന്ത് വേണം? 17.540 mmHgൻ്റെ വാല്യൂ ആണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂൻ്റെ അപ്പുറം ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താ? 1.013 ഇൻറ്റു 10⁵ ഇൻറ്റു 17.45 ബൈ 760 ചെയ്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ കിട്ടും. ഇതേപോലെ എന്ത് ചെയ്യുക? നെക്സ്റ്റും കൺവേർട്ട് ചെയ്യാം. 17.375 നമ്മൾ കാൽക്കുലേറ്ററിൽ അടുത്തതും കൂടെ P0 ആണ് നമ്മൾ ഇത്ര നേരം കൺവേർട്ട് ചെയ്തത്. ഓക്കെ, P0 കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2.337 എന്നുള്ള വാല്യൂ കിട്ടും. അടുത്ത് എന്ത് ചെയ്യുക? നമ്മൾ P0 ഇതുപോലെ തന്നെ Pയും ഇതുപോലെ തന്നെ കൺവേർട്ട് ചെയ്യാം. P എന്ന് പറഞ്ഞ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 17.354 ആണ് തന്നിരിക്കുന്നത്. എന്തിലാണ് തന്നിരിക്കുന്നത്? mmHgയിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ എന്താണ്? ഒരു mmHg എന്ന് പറയുന്നത് എത്രയാ? ഒരു mmHg എന്ന് പറയുന്നത് 1.013 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ 760 ആണ്. അതിനപ്പുറം നമ്മൾ എന്ത് ഇൻറ്റു ചെയ്യുക? നമ്മൾ ഈ വാല്യൂ കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Pൻ്റെ വാല്യൂ കിട്ടും. ആ Pൻ്റെ വാല്യൂ ആണെന്ത്? 2.313 ഇൻറ്റു 10⁵ കിട്ടും. ഓക്കെ, ഇത് 2.313 10⁵ അല്ല എന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 2337 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റ് നമുക്കിത് കാൽക്കുലേഷനും കൂടി എളുപ്പം വേണ്ടിയിട്ട് 1, 2, 3 പോയിന്റ്സ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര ഇടാം? 10⁵ ഇടാം. ഇനി ഇങ്ങനെയല്ല നമുക്ക് കിട്ടിയത്, വേറെ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പോയിന്റ് ഇങ്ങനെ കിട്ടുന്നത് 0.0243 ആണ് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടെ എളുപ്പത്തിന് 2 പോയിന്റ് ആക്കുക. അപ്പോൾ ഈ വാല്യൂ 1, 2 ഡെസിമൽ പ്ലേസസ് കടന്നു പോയതുകൊണ്ട് ഈ വാല്യൂ ഞാൻ 2.43 എഴുതുമ്പോൾ എന്താവും? 2.43 എഴുതുമ്പം അത് 2
ഇൻറ്റു 10⁻⁻² വരും. എന്താ ഈ -2 എന്ന് പറയുന്നത് ഈക്വൽ ആണല്ലേ, ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ 0.0243. ഓക്കെ, കൺവേർഷൻ പറഞ്ഞു തന്നതാണ്. കൺവേർഷൻ നമ്മൾ ഏർലി ക്ലാസ്സസിൽ പഠിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമ്മൾ W2 എന്ന് പറയുന്നത് 1.0184 ആണെന്ന് ഇവിടെ തന്നത് ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. W1 എന്താ 1 കിലോഗ്രാം ആണെന്ന് പറഞ്ഞു. M1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടറിൻ്റെയാണ്. വാട്ടറിൻ്റെ മാസം എങ്ങനെയാണ്? H2O ആണ്. H2O എങ്ങനെ 16 + 2 എന്ന് പറഞ്ഞാൽ 18 അല്ലേ. ഓക്കെ, 18 grams ആണ് തന്നിരിക്കുന്നത്. 18 grams-നെ 18 കിലോഗ്രാം ആക്കണമെങ്കിൽ 10⁻³ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഗ്രാംസിനെ കിലോഗ്രാംസിലോട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 10⁻³ ചെയ്യുക. അപ്പോൾ വാല്യൂ എന്താവും? കൺവേർട്ട് ആവും. ഓക്കെ, ബിക്കോസ് ഇവിടെ എല്ലാം കിലോഗ്രാമിലാണല്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എല്ലാത്തിനെയും കിലോഗ്രാമിൽ ആക്കുക. എന്നാൽ മാത്രമേ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ശരിയാവുള്ളൂ. ഓക്കെ, ഇനി ഈ വാല്യൂസൊക്കെ നമ്മൾ എങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? നമുക്കറിയാം P0 - P/P എന്ന് പറയുന്നത് P0 - P/P0 എന്താണ് പറയുന്നത്? x2 ആണ് നമുക്കറിയാം. x2 നമ്മൾ എങ്ങനെ എഴുതുന്നത്? x2 നമ്മൾ എഴുതുന്നത് W2/M2 ഇൻറ്റു M1/W1 എഴുതുന്നത്. ഇവിടെ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് M2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോൾവെൻറ്റിനാണ് പറഞ്ഞെങ്കിൽ സോൾവെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വാല്യൂ എന്ത് കണ്ടുപിടിക്കണം? M2 കണ്ടുപിടിക്കണം. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? P0 - P/P0 is equal to W2/M2 ഇൻറ്റു M1/W1. ഇനി ഞാൻ എന്ത് ചെയ്യുക? എനിക്ക് M2 ആണ് വേണ്ടത്. അപ്പോൾ M2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ വാല്യൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ വാല്യൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താവും? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? W2/M2 ഇൻറ്റു M1/W1 ആണല്ലേ. ഇതിനകത്ത് ഞാൻ ഈ വാല്യൂവിനെ ജസ്റ്റ് ഒന്ന് ഒരു KA വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. എന്തിനാണ്? സിംപ്ലിഫൈ ചെയ്യണം. എനിക്ക് സ്പേസും ഇല്ല മനസ്സിലാക്കി തരാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ ആ വാല്യൂവിനെ A ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തുണ്ട്? A/M2 ഉണ്ടല്ലേ. A/M2 is equal to P0 - P/P0 ആണല്ലേ. അപ്പോൾ ഞാൻ M2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ എന്താവും? M2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ വാല്യൂ എന്താവും? P0 - P ഇൻറ്റു A ആവും. A ആണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? W2/ ആ വാല്യൂ ചെയ്തത്. ഇനി നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂ മൊത്തം ഇതിനകത്തോട്ട് കിട്ടുകൊടുക്കുക. P0 എന്താണെന്ന് നമുക്കറിയാം, ഗിവൻ ആണ്. P0Pയും നമ്മൾ എന്ത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ടേക്ക് ആക്കി. പിന്നെ W2/M2 വാല്യൂസ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡിലോട്ടേക്ക് കണ്ടുപിടിച്ചത്. അപ്പോൾ kg/mol നമുക്ക് കിട്ടും. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാതെയാണ് ഇങ്ങോട്ടേക്ക് പോയത്. ഓക്കെ, നമ്മൾ എന്തിലോട്ടേക്ക് പോയത്? എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റിലോട്ടേക്ക് പോയത്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഇതാണ് നമ്മളെ സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഈ സിസ്റ്റത്തിൽ ഇവിടെ വേപ്പർ ഫേസിലും ഉണ്ടാവും സാധനങ്ങൾ, പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഉണ്ടാവും. ഈ പ്രഷർ, ഈ സിസ്റ്റം എക്സേർട്ട് ചെയ്യുന്ന വേപ്പറിൻ്റെ പ്രഷർ എപ്പോഴാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവണേ ആ പ്രഷറാണ് എന്ത്? ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ലൈന്. ഒന്നും കൂടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വി ഹാവ് സീൻ ദാറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, വി ഹാവ് സീൻ ദാറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഇസ് ലെസ് ദാൻ ദ വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ്. നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ലോവറിങ് ഇൻ വേപ്പർ പ്രഷറാണ് പഠിച്ചതല്ലേ. അപ്പോൾ നമ്മളെന്താ? നമ്മൾ പ്യുവർ സോൾവെൻറ്റിൻ്റെ പ്യുവർ സൊല്യൂട്ടിൻ്റെ വേപ്പർ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ
എന്തിനേക്കാളും കൂടുതലായിരിക്കും? സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ എന്താ? ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്ന സിസ്റ്റം ഇത് സോൾവെൻറ്റും ഇത് സൊല്യൂഷനാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഇവിടെ ജസ്റ്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ സർഫസിൽ 1 2 3 4 മോളിക്യൂൾസ് ഉണ്ട്. എന്ത് എക്സേർട്ട് ചെയ്യുന്നത്? വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ എന്താവും? ഇതാണ് നമ്മൾ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക. ഈ സൊല്യൂഷനിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വന്നു കഴിഞ്ഞാൽ, അതാണ് ഞാൻ റെഡ് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ബ്ലാക്കിൻ്റെ സ്പേസ് കുറഞ്ഞു അല്ലേ? അങ്ങനെ ബ്ലാക്കിൻ്റെ സ്പേസ് കുറയുമ്പോൾ അവിടെ എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിൻ്റെ ക്വാണ്ടിറ്റിയും കുറയുമല്ലോ. ആര് വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യില്ല? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എക്സേർട്ട് ചെയ്യില്ല. അങ്ങനെ വേപ്പർ പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രഷറും ഈക്വൽ ആവുമ്പോഴാണ് ബോയിലിംഗ് പോയിന്റ് എത്തുക. അപ്പോൾ ഇവിടെ ഓൾറെഡി 10 പേരുണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞപ്പോൾ ഇനിയും ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ ഇവിടെ വേപ്പർ ഫേസിലോട്ടേക്ക് ആര് വരൂ? സോൾവെൻറ്റ് വരും അല്ലേ? അപ്പോൾ മാത്രമേ സിസ്റ്റം ബോയിലാവും. അപ്പോൾ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്തായി? കൂടി. ആദ്യം നമ്മൾ എത്രയാണോ എക്സേർട്ട് ചെയ്തത് അതിനേക്കാളും നമുക്ക് എന്ത് എക്സേർട്ട് ചെയ്യണം? ഇനി ടെമ്പറേച്ചർ കൊടുക്കണം. എന്നാൽ മാത്രമേ എന്തുണ്ടാവും? ബോയിലാവുള്ളൂ. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ്. വി ഹാവ് സീൻ ദാറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് ലെസ് ദാൻ ഓഫ് ദ പ്യുവർ സോൾവെൻറ്റ്. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെൻറ്റിനെക്കാളും എന്താണ്? കുറവാണ് സൊല്യൂഷൻ്റെത്. ഓക്കെ. Hence, the solution has to be raised to a higher temperature so that the vapor pressure become equal to the applied pressure. Okay. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സോൾവെൻറ്റിനെ, നമ്മുടെ സൊല്യൂഷനെ കുറച്ചും കൂടി ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കണം. അപ്പോൾ മാത്രം എന്താ ബോയിലിംഗ് നടക്കുകയുള്ളൂ അല്ലേ? മനസ്സിലായല്ലോ? ആസ് എ റിസൾട്ട് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ വിൽ ബി ഹയർ ദാൻ ഓഫ് ദ സോൾവെൻറ്റ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ്റെ പ്രഷർ സോൾവെൻറ്റിനെക്കാളും കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതാണ് നമ്മളെ ഗ്രാഫ്. ഇതാണ് നമ്മൾ സോൾവെൻറ്റിൻ്റെ ഗ്രാഫ് തന്നിരിക്കുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്? T0 ആണ്. സൊല്യൂഷൻ്റെ ഇത് കാണിക്കുന്നത് T1 ആണ്. ഇങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ടെമ്പറേച്ചർ കൂടുന്നത്. അപ്പോൾ ഇവിടെ T1 എന്താണ്? T0നെക്കാളും കൂടുതലാണ്. ടെക്സ്റ്റ് ബുക്കിലും കൂടെ നോക്കിയാൽ മതി. ഇവിടെ മൊത്തം കവറായതുകൊണ്ട് തിരിയില്ല. ഓക്കെ. നമ്മൾ എന്ത് കണ്ടു? ടെമ്പറേച്ചർ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കൂടുതലാണ്. T1ഉം T0 ആണ്. സോൾവെൻറ്റിൻ്റെ T0 ആണ്. സൊല്യൂഷൻ്റെ T1 ആണ്. അപ്പോൾ എന്താ? സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ കൂടി. ഓക്കെ. ഇനി നമുക്ക് ഡെഫിനിഷൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് ദ പ്യുവർ സോൾവെൻറ്റ് ഇസ് കോൾഡ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ. ഇവിടെ എന്താ പറയുന്നത്? നമ്മളെ ഡിഫറൻസ് P0 മൈനസ് P. ഓക്കെ. ഈ ഡിഫറൻസ് ഇൻ പ്രഷറിനെയാണ് എന്ത് പറയുന്നത്? ദ ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ. ടെമ്പറേച്ചർ ആണ്. ഓക്കെ. ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ്റെ എൻ്റെ ബോയിലിംഗ് പോയിന്റ്, സൊല്യൂഷൻ്റെ ബിൻ്റെ ബോയിലിംഗ് പോയിന്റിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അതിനാണ് എലിവേഷൻ. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ പ്യുവർ സോൾവെന്റ് ദ വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആണ് എന്താണ്? T0 വരുന്നത്. അതുപോലെ സൊല്യൂഷൻ ആവണമെങ്കിൽ അത് T1 ആവണം. ഓക്കെ. ഇനി നമുക്ക് ഡെറിവേഷനിലോട്ടേക്ക് പോവാം.